ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാണാതായ സ്വർണം ക്ഷേത്ര പരിസരത്ത് നിന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു. ക്ഷേത്രത്തിനുള്ളിലെ മണൽപ്പരത്തിൽ നിന്നാണ് ദുരൂഹ സാഹചര്യത്തിൽ സ്വർണം തിരികെ കിട്ടിയത്. ബോംബ് സ്ക്വാഡും പോലീസും ചേർന്ന് പരിശോധന നടത്തുന്നതിനിടെയായിരുന്നു സ്വർണം ലഭിച്ചത്. അതേസമയം സ്ട്രോങ് റൂമിലെ സ്വർണം എങ്ങനെയാണ് മണലിൽ എത്തിയത് എന്ന് കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് 13 പവനോളം വരുന്ന സ്വർണം ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടത്. രാജ്യത്തെ തന്നെ അതീവ സുരക്ഷയുള്ള ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ശ്രീകോവിലിലെ വാതിലിൽ പൂശാനായി കരുതിയിരുന്ന സ്വർണമാണ് നഷ്ടപ്പെട്ടത്. പ്ലേറ്റിംഗ് ജോലിയിലെ അടുത്ത ഘട്ടത്തിനായി സ്വർണം എടുക്കാൻ സ്ട്രോങ് റൂം തുറന്നപ്പോഴാണ് അത് നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെയാണ് സ്വർണം കാണാതായത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയായിരുന്നു. ക്ഷേത്ര ജീവനക്കാരെ അടക്കം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും മോഷണ ശ്രമങ്ങളെ സംബന്ധിച്ച് സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. വ്യാപകമായ അന്വേഷണം തുടരുന്നതിനിടെയാണ് മണലിൽ നിന്ന് സ്വർണം കണ്ടെത്തിയത്. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം എങ്ങനെ മണൽപ്പരപ്പിൽ എത്തി എന്നതിൽ ആണ് ദുരൂഹത തുടരുന്നത്. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഫോർട്ട് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ക്ഷേത്രത്തിലെ അറകളിൽ അമൂല്യമായ നിധികളുടെ സാന്നിധ്യം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ 6 നിലവറകളുമായി സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യ നിധി ശേഖരത്തിൽ 10,000-കണക്കിന് രത്നങ്ങളും 1000-കണക്കിന് സ്വർണ്ണദണ്ഡുകളും സ്വർണ്ണമാലകളും 1.5 അടിയിലേറെ വലിപ്പമുള്ള 1500-ലധികം സ്വർണ്ണ കലശങ്ങളും പതക്കങ്ങളുള്ള 2000-ലധികം ശരപ്പൊളി മാലകളും 850 ഗ്രാം ഭാരമുള്ള 18 അടി നീളമുള്ള 3 സ്വർണ്ണമാലകളും 750 കിലോയിലധികം വരുന്ന സ്വർണ്ണ നാണയങ്ങളും 1.5 അടിയോളം പൊക്കമുള്ള രത്നം കിരീടങ്ങളും അമൂല്യ രത്നങ്ങൾ പതിച്ച അരപ്പട്ടയും ഉടയാടയും ഉണ്ട്. അതേസമയം ഭരതക്കോണിലുള്ള B നിലവറ മാത്രം ഇതുവരെ തുറന്നു പരിശോധിച്ചിട്ടില്ല. 2011 ക്ഷേത്രത്തിലെ നിലവറകളിൽ സുപ്രീം കോടതി സമിതി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം നിധി ശേഖരത്തിന്റെ മൂല്യമായി കണക്കാക്കിയത് $1800 കോടി, 1 ലക്ഷം കോടി രൂപ എന്നാണ്. നിലവിലെ സ്വർണത്തിന്റെ വില പ്രകാരം ഇത് $7000 കോടി വരും. അതായത് ഏകദേശം 6 ലക്ഷം കോടി രൂപ. ഇത്രയും വലിയ സ്വത്തുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ സുരക്ഷ തന്നെയാണ് ക്ഷേത്രത്തിനും ക്ഷേത്ര പരിസരത്തും സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ഭക്തജനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിയന്ത്രണങ്ങളും അവിടെയുണ്ട്. എന്നിട്ടും ഇത്രയും വലിയൊരു മോഷണ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിനകത്തെ ജോലിക്കാരുടെ കൈകളിൽ കൂടി തന്നെയാകുമെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. മോഷണ ശ്രമത്തിന് പുറകിൽ ആരായാലും അവരെ പോലീസ് വിട്ടയച്ചാലും പപ്പനാമൻ വിടില്ല എന്നാണ് വിവരമറിയുന്ന ഭക്തജനങ്ങൾ പറയുന്നത്. അവർ താമസിയാൽ തന്നെ പിടിക്കപ്പെടുമെന്നും അത് വലിയ രീതിയിൽ തന്നെയാകുമെന്നും അവർ വിശ്വസിക്കുന്നുമുണ്ട്.